സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മലപ്പുറം മഞ്ചേരിയിൽ 3 മാസം പ്രായമായ കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊന്ന് അമ്മ ആത്മഹത്യ ചെയ്ത സംഭവമാണ്. ഒളമതിൽ ആലുങ്ങാപ്പറമ്പിൽ മിനിമോളാണ് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയത്. പുലർച്ചെ 5:30ഓടെയാണ് സംഭവം. സഹോദരന്റെ ഭാര്യയാണ് മിനിമോളുടെ മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് കുളിമുറിയിലെ ബക്കറ്റിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കാഴ്ച കുറഞ്ഞു വരുന്നതിനാൽ കുഞ്ഞിനെയും ഭർത്താവിനെയും നോക്കാൻ കഴിയില്ലെന്ന മനോവിഷമമാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഈ ബാലരാമപുരത്തിൽ നടക്കുന്ന വാർത്ത അതേ സമയം തന്നെ, അതായത് ഇന്ന് പുലർച്ചെ തന്നെയാണ് ഈ മഞ്ചേരിയിൽ നിന്നും ഇതുപോലുള്ളൊരു ഹൃദയം നുറുങ്ങുന്നൊരു വാർത്ത പുറത്തു വന്നത്. സ്വന്തം കുഞ്ഞിനെ, അതും 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കി കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്ത സംഭവം. അതിന്റെ കാരണം ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാരണം തന്നെ ആയിരിക്കുമോ, മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ അനുമോദ്? ടോം, ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് മോങ്ങത്തുനിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇതില് ഈ ഒരു യുവതിയുടെ ആശങ്ക, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും അതേപോലെ കാഴ്ച കുറഞ്ഞു വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് നൽകിയ സമ്മർദ്ദമാകാം ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്നൊരു നിഗമനമാണ് പോലീസിനുള്ളത്. ഇവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഇതിൽ മറ്റാർക്കും പങ്കില്ല, കുറച്ചു ദിവസമായി സമ്മർദ്ദത്തിലാണ്, അതുകൊണ്ട് തന്നെ ഇനി എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു, വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്, ആരോടും വിരോധമില്ല, എന്റെയും കുഞ്ഞിന്റെയും വിധി ഇതാണെന്ന് കരുതി എല്ലാവരും സമാധാനിക്കുക, ആരും സങ്കടപ്പെടുക, എല്ലാവരോടും മാപ്പ് എന്നൊക്കെ പറഞ്ഞ് ഹൃദയം നുറങ്ങുന്ന തരത്തിലുള്ള ആത്മഹത്യാക്കുറിപ്പാണ് സ്ത്രീ എഴുതിയിട്ടുള്ളത്. ഏറ്റവും അവസാനത്തെ വരി വായിക്കുമ്പോഴാണ് അതിലേറെ സങ്കടം. നമ്മുടെ മോനെയും കൊണ്ട് ഞാൻ പോവുകട്ടോ, ഒരുമിച്ച് ജീവിക്കാൻ വിധിയില്ല, എന്നോട് ക്ഷമിക്കണമെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ അവർ എഴുതിയിട്ടുള്ളത്. എത്രമാത്രം ഹൃദയഭേദകമാകുക കുടുംബത്തിന്റെ അവസ്ഥ എന്നാണ് നമുക്ക് ആദ്യം തോന്നുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ പ്രതികരണം ഒന്നും നമുക്കിതിൽ തേടാൻ സാധിച്ചിട്ടില്ല. അത്രമാത്രം വൈകാരികമായിട്ടുള്ള വലിയൊരു സമ്മർദ്ദത്തിലാണ് അവരുള്ളത്. 3 മാസം മാത്രമാണ്. അനുമോദ്, അങ്ങനെ ബന്ധുക്കൾ ഈ യുവതിക്ക് ഇതുപോലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നതായി, കാഴ്ച വൈകല്യം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നതായി അവർ പറയുന്നുണ്ടോ? മാത്രമല്ല, ചില സ്ത്രീകളിൽ ഈ പ്രസവാനന്തരം ചില മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംഭവമാണ്, ഒരു കൊലപാതകം, കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാകാമെന്നൊരു നിഗമനമാണോ, അതോ ഇതുപോലുള്ളൊരു രോഗാവസ്ഥ അവരെ അലട്ടിയിരുന്നു? ഇക്കാര്യം നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ അറിവുള്ളതാണോ? നമ്മൾ ഈ യുവതിയുടെ ബന്ധുക്കളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. അവർ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് അതിന് ശ്രമിച്ചെങ്കിലും അവര് ഇപ്പോൾ സംസാരിക്കാനല്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഒഴിഞ്ഞു മാറുന്നൊരു സാഹചര്യം. കാര്യം അവർക്ക് അറിയാം, അവരുടെ മാനസികാവസ്ഥയൊക്കെ മനസ്സിലാക്കുമ്പോൾ അത് അങ്ങനെയാണെന്ന് കണക്കാക്കാം. നമ്മൾ പോലീസുമായി സംസാരിച്ചിരുന്നു. പോലീസ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. അവർക്ക് അത്തരത്തിലൊരു കാഴ്ച കുറഞ്ഞു വരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന്റെ തുടർന്ന് വലിയ സമ്മർദ്ദത്തിലായിരുന്നു. അത് ആകാം ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്നൊരു നിഗമനമാണ് പോലീസിന് പ്രാഥമികമായിട്ട് ഇതിലുള്ളത്. അതോടൊപ്പം തന്നെ 45 വയസ്സുണ്ട്, ആദ്യത്തെ കുഞ്ഞാണ്. ഒരുപക്ഷെ പ്രസവാനന്തരം ഉണ്ടായ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങളോ അത്തരത്തിലുള്ള പ്രയാസങ്ങളോ ആകാം എന്നും കരുതുന്നുണ്ട്. എന്താണെങ്കിലും ഇതിൽ മറ്റാർക്കും പങ്കില്ല എന്ന നിഗമനം തന്നെയാണ് പോലീസിന് ഈ ഘട്ടത്തിലുള്ളത്. പ്രത്യേകിച്ച് അവരുടെ കൈപ്പടയിലുള്ള ആത്മഹത്യാക്കുറിപ്പ് കൂടി കണ്ടെത്തിയ സാഹചര്യത്തിൽ. പക്ഷേ എന്തെങ്കിലും കാരണങ്ങൾ ഇത്തരത്തിലൊരു ദാരുണമായ ഒരു കൊലപാതകം നടത്തി സ്വന്തം കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊന്ന് സ്വയം ജീവനൊടുക്കുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും വിഷമങ്ങൾ ഇവർ അനുഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് അന്വേഷണം നടക്കുന്നത്. എന്നാണെങ്കിലും അത് നമുക്ക് വരും ദിവസങ്ങളിലേ വ്യക്തമാവുകയുള്ളൂ. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുടുംബത്തോടോ മറ്റവരുടെ പ്രിയപ്പെട്ടവരോടോ ഒന്നും സംസാരിക്കാൻ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ കുട്ടിയാണ്, വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ ഒരു കുഞ്ഞാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സ്വന്തം കുഞ്ഞിനെ, അതായത് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ചൊരു കുഞ്ഞിനെ ഒരു കൊലപ്പെടുത്താനുള്ള സാഹചര്യം അത് ഏറെ ദുഃഖിപ്പിക്കുന്നത് തന്നെയാണ്. ഈ ഭർത്താവ്, ഈ യുവതിയുടെ ഭർത്താവ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? പോലീസ് അയാളെ ചോദ്യം ചെയ്യുന്നുണ്ടോ? അത്തരത്തിലധികം ഒരു മാനസികമായ ബുദ്ധിമുട്ടി കുടുംബത്തിൽ നിന്നും ഈ യുവതി നേരിട്ടിരുന്നോ? ഈ യുവതി പ്രസവത്തിന് വേണ്ടി സ്വന്തം വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. മോങ്ങത്താണ് ഈ യുവതിയുടെ വീട്. ഭർത്താവിന്റെ വീട് മാവൂരാണ്. ഭർത്താവ് അവിടെയാണ് താമസം. ഭർത്താവിന്റെ വീട്ടിലല്ല ഈ യുവതി ഉണ്ടായിട്ടുള്ളത്. ഭർത്താവ് ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണ്.
അയാൾ ഈ വിഷയം ഇപ്പോഴാണ് അറിഞ്ഞത്, ഈ മരണവാർത്ത അറിഞ്ഞാണ് വീട്ടിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്തരത്തിലുള്ള ദുരൂഹതകളോ സംശയങ്ങളോ ഒന്നും തന്നെ ബാക്കിയില്ല. എന്തെങ്കിലും മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷമങ്ങൾ, ഈ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിച്ചിരുന്നോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ദുരൂഹതയായിട്ട് അവശേഷിക്കുന്നത്. വ്യക്തമാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ മറ്റ് ദുരൂഹതകളില്ല. ഇനി അറിയേണ്ടത് ഏതെങ്കിലും രീതിയിലുള്ള ഈ പ്രസവാനന്തരം മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നോ, അക്കാര്യമാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്.